എത്യോപ്യയിൽ ഹെയ്ലി ഗബ്ബി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ഏഷ്യയിലെ വ്യോമ ഗതാഗതത്തെ അത് സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി വിമാനങ്ങൾ വൈകി. വിമാന കമ്പനികൾക്ക് DGCA ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആതിര സരസ്വത് പറഞ്ഞു തരും. ആതിര സരസ്വത് ഉണ്ട് തത്സമയം നമുക്കിപ്പം. ആതിര, ഗുഡ് മോർണിംഗ്. വിമാന സർവീസുകളൊക്കെ ഇന്നലെയും മുടങ്ങിയിരുന്നു. അപ്പോൾ വീണ്ടും വിമാനങ്ങൾ മുടങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളതല്ലേ? ഒപ്പം തന്നെ ഈ കരിമേഘങ്ങളൊക്കെയും ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുകളിലേക്ക് എത്തിയെന്ന് പറയുന്നു. ഒന്നാമത് അവിടെയൊക്കെ ഈ വായു മലിനീകരണം കാരണം ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് അന്തരീക്ഷത്തെ കൂടി ബാധിച്ചിരിക്കുന്നത് ആതിര? ഗുഡ് മോർണിംഗ് സേതു. എത്യോപ്യയിലെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ. ഈ എത്യോപ്യയിലെ അഫാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹെയ്ലി ഗബ്ബി എന്ന അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. 12,000 വർഷത്തിലധികമായിട്ട് ഇത് നിർജീവമായിരുന്നു. എന്തായാലും ഈ പുകപടലങ്ങൾ 14 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് പൊങ്ങിയത്. അതുമാത്രമല്ല ഈ 4,000 കിലോമീറ്ററിലധികമുള്ള നമ്മുടെ രാജ്യത്തേക്കടക്കം ഈ പുകപടലങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ബാധിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൈനയിലേക്കും വ്യാപിക്കുമെന്ന മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാലും ഏഷ്യയിലെ വ്യോമഗതാഗതത്തെ ഇത് ഒന്നടങ്കം ബാധിച്ചിരിക്കുകയാണ്. പല വിമാന സർവീസുകളും താമസിച്ചു പോകുന്ന ഒരവസ്ഥ, റദ്ദാക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരിക്കുന്നു. മുംബൈ വിമാനത്താവളം കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഡൽഹി വിമാനത്താവളവും കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇൻഡിഗോ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഡച്ച് വിമാന കമ്പനിയായ KLM ആംസ്റ്റർഡാമിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം ഹൈദരാബാദ് വഴി തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് ഈ വ്യോമ ഗതാഗതം എന്ന് പറയാം. DGCA അത് സംബന്ധിച്ച സുരക്ഷാ മുൻകരുതലുകളൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം ഈ പുക ഇത്രയും ഉയരത്തിൽ തങ്ങുമ്പോൾ ഈ പൈലറ്റുമാർക്ക് ഈ തടസ്സം നേരിടും, കാഴ്ചയ്ക്ക് തടസ്സം നേരിടും. മാത്രമല്ല ഈ വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും വിമാന കമ്പനികൾ കനത്ത സുരക്ഷ എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളെ ഈ പുകപടലങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സേതു പറഞ്ഞതുപോലെ തന്നെ ഡൽഹി എപ്പോഴും ഈ വായു മലിനീകരണം വലിയ തോതിൽ ഉയർന്ന സാഹചര്യമാണ്. എന്നാൽ നിലവിൽ ഈ വായു ഗുണനിലവാരം സംബന്ധിച്ച ഒരു പ്രശ്നങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു.